അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരീ സഹോദരങ്ങളെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. ഹൈന്ദവതയിൽ നിന്നും ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച എൻ്റെ കൂടി ബാധ്യതയാണ് തൗഹീദ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക, ഷിർക്കിൽ നിന്നും അവരെ തടയുക എന്നുള്ളത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഏതെങ്കിലും ഹൈന്ദവൻ്റെ ക്ഷേത്രമല്ല, മറിച്ച് ഞങ്ങളൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളാണെന്ന് പറയപ്പെടുന്ന സമസ്ത മതക്കാരുടെ ആരാധനാലയമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, വലിയൊരു ഖബറിനെ കെട്ടിപ്പൊക്കുകയും അതിനെ അലങ്കരിക്കുകയും ആ ഖബറിൽ സുജൂദ് ചെയ്യുകയും ആ ഖബറാളിക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ. സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ച ഖബർ സിയാറത്ത് നമ്മുടെ ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർക്കുവാനും മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ്. എന്നാൽ ജാറ കച്ചവടക്കാരായ ഇതിൻ്റെ വാക്താക്കൾ പറയുന്നത് ഇതിനൊക്കെ തെളിവുകളുണ്ട്, ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നീ ഞങ്ങളെ ഉപദേശിക്കേണ്ട എന്നുള്ളതൊക്കെയാണ്. ഞാൻ സമസ്തക്കാരായ ആളുകളെ വെല്ലുവിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞു, ഖൈറുന്നാസി കർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമൂഹം എൻ്റെ ഈ സമൂഹമാണ്. അതായത് നബിയും സ്വഹാബത്തു നിലകൊണ്ട ആ സമൂഹം. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. പിന്നീട് അതിനെ തുടർന്നു വരുന്നവരാണ്, പിന്നീട് അതിനെ തുടർന്നു വരുന്നവരാണ്. സമസ്തക്കാരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയോ സ്വഹാബത്തിൻ്റെയോ താബീങ്ങളുടെയോ തബൗ താബീങ്ങളുടെയോ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഖബറുകൾ കെട്ടിപ്പൊക്കി ആ ഖബറാളികൾക്ക് നേർച്ചയാക്കുന്ന, ആ ഖബറിൽ സുജൂദ് ചെയ്യുന്നൊരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് സമസ്തക്കാരായ സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.